2023 ജനുവരി 106 പേർക്ക് ഈ വർഷം പത്മ പുരസ്കാരം ലഭിച്ചു. 106 പേർക്ക് പത്മ പുരസ്കാരം. പത്മവിഭൂഷൺ 6 പേർക്ക്, പത്മഭൂഷൺ 9 പേർക്ക്, 4 മലയാളികൾ ഉൾപ്പെടെ പത്മശ്രീ 91 പേർക്ക്. പത്മ പുരസ്കാരം 2023 പ്രമുഖ വ്യക്തികളാണ്. മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി, സക്കീർ ഹുസൈൻ തബലവാദകൻ, ദിലീപ് മഹനോബിസ് ORS പ്രയോക്താവ്. പത്മവിഭൂഷൺ നേടിയ പ്രമുഖ വ്യക്തികളായിരുന്നു സുധാമൂർത്തി സാമൂഹിക എഴുത്തുകാരി, വാണി ജയറാം ഗായിക. പത്മശ്രീ കിട്ടിയ മലയാളികളാണ് VP അപ്പുക്കുട്ടൻ പൊതുവാൾ ഗാന്ധിയൻ, ചെറുവയൽ രാമൻ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ, CI ഐസക് ചരിത്രകാരൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, SRD പ്രസാദ് കളരിപ്പയറ്റ് ആചാര്യൻ. പത്മശ്രീ ലഭിച്ച മലയാളികൾ പ്രമുഖ വ്യക്തികളാണ് VP അപ്പുക്കുട്ടൻ പൊതുവാൾ ഗാന്ധിയൻ, ചെറുവയൽ രാമൻ പരമ്പരാഗത നെൽവിത്ത് സംരക്ഷകൻ, CI ഐസക് ചരിത്രകാരൻ, വിദ്യാഭ്യാസ വിദഗ്ധൻ, SRD പ്രസാദ് കളരിപ്പയറ്റ് ആചാര്യൻ. ബാക്കി പ്രമുഖ വ്യക്തികളായിരുന്നു പത്മശ്രീ ലഭിച്ചത്. MM കീരവാണി സംഗീത സംവിധായകൻ. കായികം അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് പ്രഥമ ജേതാക്കൾ ഇന്ത്യയാണ്. ഈ അണ്ടർ 19 വനിതാ T20 ലോകകപ്പ് വിജയി. ഇന്ത്യ വനിതകളുടെ ആദ്യ പ്രഥമ T20 ആണ്. ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഷഫാലി വർമ്മയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ. പ്രഥമ അണ്ടർ 19 ലോകകപ്പ് വേദിയായത് ദക്ഷിണാഫ്രിക്ക. ICC അവാർഡ് 2022. മെൻസ് ക്രിക്കറ്റ് ഓഫ് ഇയർ ബാബർ അസം. മെൻസ് ക്രിക്കറ്റ് ഓഫ് ഇയർ ഓഡിയാണ് ബാബർ അസം. വുമൻസ് ക്രിക്കറ്റ് ഓഫ് ഇയർ നാറ്റ് സ്കീവർ. മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റ് ഓഫ് ബെൻ സ്റ്റോക്ക് ഇംഗ്ലണ്ട്. മെൻസ് T20 ആണെങ്കിൽ സൂര്യകുമാർ യാദവ് ഇന്ത്യക്കാരനാണ്. വുമൻസ് ഇൻ എമർജിംഗ് ഇയർ രേണുക സിംഗ് ഇന്ത്യ. 2023 ഇംഗ്ലണ്ടിലെ 2023 ഓസ്ട്രേലിയൻ ഫുട്ബോൾ സിംഗിൾസ് ജേതാവ് നൊവാക് യോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് ജേതാവ് നൊവാക് യോക്കോവിച്ച്. 10ാം ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്. 22 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുണ്ട്. 2023 ഓസ്ട്രേലിയൻ വനിതാ ജേതാവാണ് ആര്യങ്ക സബലങ്കറാണ്. നിഷ്പക്ഷ അത്ലറ്റ് ആര്യങ്ക സബലങ്കർ. ആദ്യമായിട്ടാണ് നിഷ്പക്ഷ അത്ലറ്റ്സ് വരുന്നത്. ബെലറൂസ് താരമാണ് ആര്യങ്ക സബലങ്കർ. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സ് ഡബിൾസ് ഫൈനലിൽ എത്തിയത് സാനിയ മിർസ രോഹിൻ ബൊപ്പണ്ണ സഖ്യം. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മിക്സഡ് ഡബിൾസ് ഫൈനൽ നേടിയത് രോഹൻ ബൊപ്പണ്ണ സഖ്യം. 2023 വേൾഡ് കപ്പ് വേദി പുരുഷ വേൾഡ് കപ്പ് ഹോക്കി വേദി. 2023 വേൾഡ് കപ്പ് ഹോക്കി വേദിയാണ് ഒഡീഷയിലാണ്. ഭാഗ്യചിഹ്നം ഒലി. 2023 ഹോക്കി വേൾഡ് കപ്പ് ഭാഗ്യചിഹ്നമാണ് ഒലി. ലോകകപ്പ് ഹോക്കി ജേതാവ് ജർമ്മനിയാണ്. ഫൈനലിൽ ബെൽജിയത്തെ തോൽപ്പിച്ചാണ് ജർമ്മനി കിരീടം നേടിയത്. 5ാമത് ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദിയാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ്
അഞ്ചാമത് ഗേലോ യൂത്ത് ഗെയിംസ് വേദി. ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ റെക്കോർഡ് വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ മണ്ണിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയത്. 20 സെഞ്ചുറി നേടിയ സച്ചിൻ ടെണ്ടുൽക്കർ റെക്കോർഡാണ് മറികടന്നത്. ഏകദിന ക്രിക്കറ്റിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിലെ ഏറ്റവും വലിയ ജയം നേടിയ ക്രിക്കറ്റ് ടീമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഏകദിന ക്രിക്കറ്റിൽ റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ജയം നേടിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഏകദിന ക്രിക്കറ്റ് റൺസിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ 317 റൺ തോൽപ്പിച്ച ഈ നേട്ടം കരസ്ഥമാക്കിയ 317 2023 സൂപ്പർ കപ്പ് ഫുട്ബോൾ വേദിയാകുന്ന സംസ്ഥാനമാണ് കേരളം. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ വേദിയാകുന്ന കേരളം. 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ അമേരിക്ക. 2024 കോപ്പ അമേരിക്ക. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പുതിയ പ്രസിഡന്റാണ് പീറ്റർ പവർ. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പുതിയ പ്രസിഡന്റാണ് പീറ്റർ പവർ. യു എസ് ന്യൂ ഓർലിൽ നടക്കുന്ന 29ാമത് വിശ്വസുന്ദരി മത്സരത്തിൽ നേടിയത് അർബണി ഗബ്രിയൽ. യു എസ് ആണ് അർബണി ഗബ്രിയൽ. 75ാമത് സ്വാതന്ത്ര്യദിന ഭാഗമായി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഛായാചിത്രം സ്മരണിക സ്റ്റാമ്പ് ശ്രീലങ്ക. 75ാമത് സ്വാതന്ത്ര്യദിന ഭാഗമായി ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഛായാചിത്രം സ്മരണിക സ്റ്റാമ്പ് പുറത്തിറക്കുന്ന ശ്രീലങ്കയാണ്. ന്യൂസിലാൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ക്രിസ് ഹിപ്പിൻസ്. 2023 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയാണ് അബ്ദുൽ ഫത്തഹ് എൽ സിസി. ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്നു. റിപ്പബ്ലിക്കൻ ദിനത്തിൽ പങ്കെടുക്കുന്ന വിദേശ സൈന്യമാണ് ഈജിപ്ഷ്യൻ സൈന്യമാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി IPS ഓഫീസറാണ് ശ്വേത കെ സുഗതനാണ് ഡൽഹി പോലീസിനെ നയിച്ചത്. 2023 ജനുവരി 26 റിപ്പബ്ലിക്കൻ പരേഡിൽ ഫ്ലോട്ടിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഉത്തരാഖണ്ഡ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര. 3ാം സ്ഥാനം ഉത്തർപ്രദേശ്. അപ്പോൾ 2023 ജനുവരി 26 റിപ്പബ്ലിക്കൻ പരേഡിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ഉത്തരാഖണ്ഡ്. റിപ്പബ്ലിക്കൻ ദിനത്തിൽ കേരളം അവതരിപ്പിച്ച ടാബ്ലോ ആണ് നാരീശക്തിയാണ് കേരളം അവതരിപ്പിച്ച ടാബ്ലോ. ഇന്ത്യൻ ഗെയിംസ് എക്സലൻസ് സെൻറ്റർ നിലവിൽ വരുന്നത് മേഘാലയ. മിഗു കൊയ്ത്തുത്സവം നടക്കുന്നത് ആസാം. 2023 ജനുവരി പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ച സംരക്ഷിത സസ്യമാണ് നീലക്കുറിഞ്ഞി. ഇന്ത്യയിലെ ആദ്യത്തെ ഫുഡ് ആൻഡ് സെൻറ്റർ ഫോർ തിരിച്ചറിയൽ ഫുഡ് അതോറിറ്റി ഫോർ ഇന്ത്യ തിരിച്ചറിയൽ മാനദണ്ഡം രൂപീകരിച്ചത് ബസുമതി അരിക്കാണ് തിരിച്ചറിയൽ മാനദണ്ഡം ഇതാക്കിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 126ാം ജന്മദിനം ഭാഗമായി പരംവീര ചക്രം ജന്മ 21 സൈനികരുടെ പേര് നൽകാൻ തീരുമാനിച്ചത് ആൻഡമാൻ നിക്കോബർ ദ്വീപിനാണ് 21 ദ്വീപുകളുടെ പേര് ലഭിച്ചത്. 2023 ജനുവരി ഇന്ത്യ ഗ്രീൻ ബിൽഡ്
സർട്ടിഫിക്കറ്റ് ലഭിച്ച വിശാഖപട്ടണം. ഗ്രീൻ ബെൽറ്റ് റെയിൽവേ സ്റ്റേഷൻ പട്ടിക ലഭിച്ച വിശാഖപട്ടണം. അപ്പോൾ 2023 കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ അടുത്തത് കേൾക്കാം.